അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുഞ്ഞ് ഉറങ്ങിയ സമയം ഒരു ഒഴിവ് കിട്ടിയപ്പോൾ നമ്മുടെ റസിയ കുഞ്ഞിൻ്റെ മുഷിഞ്ഞ തുണികളും മൂത്രത്തുണികളുമെല്ലാം അലക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്താണ് ജമീലത്ത ഒരു കുന്നോളം തുണികൾ വാരി കെട്ടി വരുന്നത്. റസിയാനെ കണ്ടതും പിന്നെ ഉമ്മയും മകളും തിരുമ്പലെല്ലാം നിർത്തിയിട്ടുണ്ട്. ജമീലത്താൻ്റെ തുണികളും റസിയാൻ്റെ മൂത്ത രണ്ട് കുട്ടികളുടെ തുണികളും റസാക്കിൻ്റെ തുണികളും അതുപോലെ തന്നെ റസിയാൻ്റെ ചെറിയ കുട്ടിയുടെ തുണികളും റസിയാൻ്റെ തുണികളും എല്ലാം അത് തന്നെ ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ജമീലത്താൻ്റെ തുണികളും അവരുടെ മകൾ ഹാജറാൻ്റെ തുണികളും അതുപോലെ തന്നെ അവളുടെ കുട്ടിയുടെ തുണികളും. പിന്നെ അതുമാത്രമല്ല, വീട്ടിൽ കുറച്ച് ദിവസങ്ങളായി അലക്കാതെയിരുന്ന പുതപ്പുകളും തുണികളും ചവിട്ടികളും ഇനി എന്ന് വേണ്ട, വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തുണികളേ ഉണ്ടാവില്ല. അത്രയ്ക്കും ഒരു മല പോലെ വാരി കെട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ റസിയാൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എടിവെണ്ണെ, നീ ഏതായാലും തിരുമ്പുകയല്ലേ, ഇതൊക്കെ കുറേ ദിവസമായി തിരുമ്പിയിട്ട് ആകെ ഒരു മുഷിഞ്ഞ മണം, ഇതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് തിരുമ്പിയേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കൊടുത്തു. അവർ റസിയ ഇല്ലാത്തപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെയാണ് തിരുമ്പാറുള്ളത്. എന്നാൽ റസിയാനെ കണ്ടാൽ എല്ലാം അവളുടെ കയ്യിൽ കൊടുക്കും, കറണ്ട് ബില്ലെങ്കിലും ലാഭിക്കാലോ എന്ന് കരുതി. റസിയാക്കാണെങ്കിൽ 2-3 ദിവസമായി നല്ല നടുവേദനയുണ്ട്. കാരണം കുഞ്ഞിൻ്റെയും അവളുടെയും എല്ലാം ഡ്രസ്സ് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കല്ലിൽ അടിച്ച് തിരുമ്പുന്നത് കൊണ്ട് നല്ല ബാക്ക് പെയിനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും തുണികൾ കൂടി കണ്ടപ്പോൾ അവൾക്ക് ആകെ കൂടെ തല ചുറ്റുന്നത് പോലെ തോന്നി. ഇതെല്ലാം തിരുമ്പി കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ ഇന്ന് മുഴുവനാവും, അത്രയും തുണികളുണ്ട്. ഇവരിത് മാസങ്ങളായി, 3 മാസം തന്നെ ഇവിടെ ഇല്ലാത്തപ്പോൾ ഒന്നും തിരുമ്പലില്ലേ എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. എങ്കിലും ഒന്നും മിണ്ടാതെ അവൾ ആ തുണികളെല്ലാം ശരി ഉമ്മ എന്നും പറഞ്ഞ് വാങ്ങി തിരുമ്പാനായി നിന്നു. അങ്ങനെ റസിയാൻ്റെ കയ്യിൽ തുണികളെല്ലാം കഴുകാൻ കൊടുത്ത് പോകാനായി തിരിയുമ്പോഴാണ് ഗേറ്റിൽ നിന്ന് ഒരു ഹോണടി കേൾക്കുന്നത്. ആരാണ് റബ്ബേ ഈ നേരത്ത് എന്ന് വിചാരിച്ച് ജമീലത്ത് നോക്കുമ്പോൾ മൂത്ത മകൻ ഹമീദും ഭാര്യയും കുട്ടികളും ആണ് വരുന്നത്. ഹമീദിൻ്റെ കാറാണ് അവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ജമീലത്ത സന്തോഷപൂർവ്വം അവരെ വാ മക്കളെ കയറി എന്നെല്ലാം പറഞ്ഞ് അവരെ സ്വീകരിച്ചിരുത്തി. ഇപ്പോൾ ജമീലത്താക്ക് മകനെയും മരുമകളെയും വലിയ കാര്യമാണ്. കാരണം ഇപ്പോൾ ഹമീദിൻ്റെ കയ്യിൽ കുറച്ച് പുത്തൻ പണമൊക്കെയുണ്ട്. അവൻ ഈ വീട്ടിൽ നിന്ന് പോയപ്പോഴേ അവൻ്റെ കാര്യങ്ങൾ ശരിയായി. തറവാട്ടിൽ നിന്ന സമയത്ത് അവന് കൂലിപ്പണിയായിരുന്നു. അന്ന് ഉമ്മാൻ്റെയും മരുമകളുടെയും ഇടയിലുള്ള വഴക്ക് തീർക്കാൻ മാത്രമേ അവന് സമയമുണ്ടായിരുന്നുള്ളൂ. ശരിയായി ഒരു ജോലി ചെയ്യാനോ സമ്പാദിക്കുവാനോ അല്ലെങ്കിൽ ഒരു മനസ്സമാധാനത്തോടെയുള്ള ജീവിതമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ വാടക വീട്ടിലേക്ക് താമസം മാറി അവൻ ആദ്യം നോക്കിയത് ഗൾഫിലേക്ക് അവൻ്റെ കൂട്ടുകാർ വഴി ഒരു വിസയാണ്. അങ്ങനെ ഗൾഫിൽ എത്തി തരക്കേടില്ലാത്ത ജോലിയും കിട്ടി. വീടും കാറും എല്ലാമായി അത്യാവശ്യം കുഴപ്പമില്ലാതെ അവൻ സെറ്റിലാണ്. ഇപ്പോൾ ആ പണം കണ്ടിട്ടുള്ള ചാട്ടമാണ് നമ്മുടെ ജമീലാത്താക്കും മകൾക്കും നമ്മുടെ ഹമീദിൻ്റെയും ഭാര്യയുടെയും അടുത്തേക്ക്. അവരെ ഇപ്പോൾ വലിയ കാര്യമാണ്. ഹമീദ് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ വരവാണ്. ആ കൂട്ടത്തിൽ റസിയാൻ്റെ, അതായത് റസാക്കിൻ്റെ പുതിയ കുഞ്ഞിനെയും ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടുള്ള വരവാണ്. ഹമീദ് നാട്ടിൽ വരുമ്പോഴെല്ലാം നമ്മുടെ ജമീലത്താക്കും അതുപോലെ തന്നെ ഹാജറാക്കും എല്ലാം, അതുപോലെ റസാക്കിൻ്റെ ഭാര്യയ്ക്കും റസാക്കിനും എല്ലാം ഉള്ള ഡ്രസ്സുകളും സാധനങ്ങളും അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ചോക്ലേറ്റുകളും മിഠായികളും അതുപോലെ പാൽപ്പൊടി, ടാങ്ക് പൊടി, സോപ്പ്, സ്പ്രേ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ കനത്തിൽ തന്നെ ഒരു വലിയ കവറും കൊണ്ടാണ് അവർ വരുന്നത്. എന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ റസിയാക്കും മക്കൾക്കും കൊടുത്ത് ബാക്കിയെല്ലാം ജമീലത്ത പൂഴ്ത്തി വെക്കാറാണ് പതിവ്.
പിന്നെ ആവശ്യത്തിനനുസരിച്ച് മകൾക്കും പേരക്കുട്ടിക്കും മകനും അങ്ങനെ ഉപയോഗിക്കാറാണ് പതിവ്. ഇത്തവണയും വന്നപ്പോൾ വലിയ 2 കവറുകളുണ്ട് കയ്യിൽ. ഒന്നിൽ സാധാരണത്തെ പോലെ അവർക്കെല്ലാമുള്ള ഡ്രസ്സുകളും സാധനങ്ങളും, സോപ്പ്, സ്പ്രേ, പാൽപ്പൊടി, ടാങ്ക് പൊടി, ചോക്ലേറ്റ്, മിഠായി, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് ആവശ്യമായ കളർ പെൻസിലുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. മറ്റൊരു കവറിൽ നമ്മുടെ റസിയ പ്രസവിച്ച് എണീറ്റതല്ലേ, അതുകൊണ്ട് തന്നെ ഹമീദ് വന്ന് ഒരുമിച്ച് വരാമെന്നാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും കാണാനുള്ള ആദ്യത്തെ വരവായതുകൊണ്ട് തന്നെ കുഞ്ഞിനുള്ള ഡ്രസ്സുകളും റസിയാക്ക് കഴിക്കാനായി ഫ്രൂട്ട്സും, ആപ്പിളും, മുന്തിരി, ഓറഞ്ച്, അങ്ങനെ നല്ല നല്ല ഫ്രൂട്ട്സുകളും, ഉറുമാമ്പഴം തുടങ്ങി നല്ല ഫ്രൂട്ട്സുകളും, ഹോർലിക്സ്, കാടമുട്ട, അതുപോലെ തന്നെ നേന്ത്രപ്പഴം, കോഴിമുട്ട, പിന്നെ അരിഷ്ടം, മരുന്ന്, അങ്ങനെ നല്ല നല്ല സാധനങ്ങളും എല്ലാം വേറൊരു വലിയ കവറിലും ഉണ്ട്. ഇതെല്ലാം കണ്ട് നമ്മുടെ ജമീലത്തെ മനസ്സിൽ വിചാരിച്ചു, ഇതെല്ലാം അവൾക്ക് കൊടുത്തത് തന്നെ. ഇതെല്ലാം തനിക്കും തൻ്റെ മകൾക്കും പേരക്കുട്ടിക്കും എല്ലാം ഉള്ളതാണ്. അങ്ങനെ 2 വലിയ കവറുകളും താങ്ങിപ്പിടിച്ച് നമ്മുടെ ജമീലത്ത ആരും കാണാതെ നേരെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി സാധാരണ താൻ സാധനങ്ങൾ പൂട്ടിവെക്കാറുള്ള മഞ്ചയിൽ നേരെ ഭദ്രമായി പൂട്ടിവെച്ചു. ഇനിയിപ്പോൾ അതിൽ നിന്ന് റസിയാക്കും മക്കൾക്കും അവരുടെ ഡ്രസ്സ് കിട്ടിയാൽ കിട്ടി, പിന്നെ വല്ല ചോക്ലേറ്റോ മിഠായിയോ അതിൽ നിന്ന് 1-2 പേരിന് കൊടുത്താലായി. കാരണം ഡ്രസ്സ് എന്തായാലും തനിക്ക് കുട്ടികളുടേത് നമ്മുടെ ഹാജറാക്ക് ആൺകുട്ടിയാണ്. അതുകൊണ്ട് റസാക്കിന് ഉള്ളത് 3 പെൺമക്കളല്ല, അവരുടെ ഡ്രസ്സ് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് അവർക്ക് എന്തായാലും കൊടുക്കണം. പിന്നെ റസിയയാണെങ്കിൽ അത്യാവശ്യം തടിയുള്ള പ്രകൃതമാണ്. നമ്മുടെ ഹാജറയും അതുപോലെ തന്നെ ജമീലത്തെയും കുറച്ച് തടി കുറഞ്ഞ പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സും അവർക്ക് പാകമാവില്ല. അതുകൊണ്ട് അത് 2 എന്തായാലും അവർക്ക് കിട്ടും. ബാക്കിയുള്ളതിൻ്റെ കാര്യം കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. അത് തന്നെയാണ് കഥ. അങ്ങനെ അകത്ത് കയറിയ ശേഷം നമ്മുടെ ഹമീദിൻ്റെ ഭാര്യ നമ്മുടെ ജമീലത്താനോട് ചോദിച്ചു, എന്നിട്ട് ഉമ്മ എവിടെ റസിയ? കുഞ്ഞിനെയും കാണണം, എവിടെയാണ് എന്നെല്ലാം, റൂമിലാണോ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജമീലത്ത അവരോടായി പറഞ്ഞു, റസിയ കുഞ്ഞിൻ്റെ തുണികളെല്ലാം കഴുകാൻ പോയിട്ടുണ്ട്. കുഞ്ഞു ഉറങ്ങുകയാണ്, അതിനെ ഇപ്പോൾ ഉണർത്തണ്ട, അവൾ വന്ന് എടുത്ത് കാണിച്ചു തന്നോളും. അത് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഡ്രസ്സ് കഴുകലും മുടങ്ങിക്കിട്ടും. പിന്നെ അതിൻ്റെ സൗണ്ട്, അത് കരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ണും ചെവിയും കേൾക്കില്ല. നമുക്ക് സ്വസ്ഥമായൊന്ന് മുണ്ടി പറയാനൊന്നും സാധിക്കൂല. ചെറിയൊരു സാധനമാണെങ്കിലും അതിൻ്റെ വായ കീറിയാലുണ്ടല്ലോ, വായ തുറന്നാൽ ഇവിടെയൊന്നും ആരും നിൽക്കില്ല, അത്രയും സൗണ്ടാണ്. അതിനെ ഇപ്പോഴൊന്നും ഉണർത്തണ്ട എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഹമീദും ഭാര്യയും മനസ്സിൽ വിചാരിച്ചു, ഈ ഉമ്മാക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല, പഴയ സ്വഭാവം തന്നെയാണ്. തങ്ങൾ അനുഭവിച്ച അതേ ദുരിതം തന്നെയാണ് ഇവിടെ റസാക്കിൻ്റെ ഭാര്യയും അനുഭവിക്കുന്നത് എന്നെല്ലാം അവർ മനസ്സിൽ വിചാരിച്ചു. ഉമ്മ, എന്നാൽ ശരി, ഞാൻ കുഞ്ഞിനെ ഇപ്പോൾ ഉണർത്തുന്നില്ല, ഞാൻ റസിയയെ ഒന്ന് കണ്ടുവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൈഫുത്ത, അതായത് ഹമീദിൻ്റെ ഭാര്യ റസിയ, തുണികൾ കഴുകുന്നിടത്തേക്കായി അവളെ കാണാൻ പോയി. ഹമീദും ഭാര്യ സൈഫും കുറച്ച് മനുഷ്യപ്പറ്റുള്ളവരാണ്. അവർക്ക് തങ്ങൾ അനുഭവിച്ചിരുന്ന അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ റസാക്കിൻ്റെ ഭാര്യയോട് വലിയ ഇഷ്ടമാണ്. അവളെ കണ്ടതും നമ്മുടെ സൈഫു, റസിയ, നീ എന്താ തുണികൾ കഴുകുകയാണോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ടുകൊണ്ടാണ് റസിയ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയത്. സൈഫുത്തയോ, എപ്പോൾ എത്തി? ഇക്കയില്ലേ, ഹമീദിക്കയില്ലേ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ സൈഫ് പറഞ്ഞു, ഹമീദിക്കയും മക്കളും എല്ലാം ഉണ്ട്. ഹമീദിക്ക വന്നിട്ട് ഒരുമിച്ച് കുഞ്ഞിനെ കാണാൻ വരാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അന്ന് വീട്ടിലേക്കൊന്നും വരാതിരുന്നത്. പിന്നെ ഇപ്പോൾ ഹമീദിക്ക വന്നപ്പോൾ 2 വരവും കൂടി ഒന്നിച്ചാവും ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കുന്നുകൂടി കിടക്കുന്ന ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് സൈഫുത്ത ആത്മകഥം പോലെ പറഞ്ഞു, ഇപ്പോഴും ഉമ്മാക്ക് മാറ്റമൊന്നുമില്ല അല്ലേ? ഇതെല്ലാം നിന്നെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അല്ലേ? എന്നെക്കൊണ്ട് ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെടുത്തിയതാണ് മോളെ. ഞാനും
പ്രസവം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിരുന്നു എനിക്ക്. ഊരവേദന കാരണം പിന്നെ എണീറ്റ് ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നീ ഇപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടി ഞാനും അനുഭവിച്ചത് കൊണ്ട് എനിക്കറിയാം നിൻ്റെ അവസ്ഥ. സാരമില്ല, ഇപ്പോൾ എല്ലാം ഞങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാം ശരിയായില്ലേ? അതുപോലെ പടച്ചവൻ നിനക്ക് നല്ലതേ വരുത്തൂ. ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു അറുതി ഉണ്ടാവും ഇൻഷാ അള്ളാ. എന്നാൽ നീ വായോ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പാം എന്നെല്ലാം പറഞ്ഞ് അവൾ അപ്പോൾ നമ്മുടെ റസിയ പറഞ്ഞു, ആ ഇത്ത നടക്ക്, കുറച്ചുകൂടിയേ ഉള്ളൂ, ഇത് പെട്ടെന്ന് കഴിയും, ഞാനിത് പെട്ടെന്ന് തീർത്തിട്ട് വരാം. മോൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത് കഴുകിയിടൽ നടക്കില്ല, ഇത്ത നടക്ക്, ഞാൻ പെട്ടെന്ന് തീർത്തു വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സൈഫുവിനെ പറഞ്ഞയച്ചു. അപ്പോൾ സൈഫു അവളോട് പറഞ്ഞു, എന്നാൽ നീ വേഗം വായോ കേട്ടോ, ഞാൻ അകത്തേക്ക് നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. അപ്പോഴേക്കും റസാക്കും എത്തി. ജമീലത്ത റസാക്കിനെ വിളിച്ചു വരുത്തിയതാണ്. എടാ, ഹമീദും സൈഫും മക്കളുമൊക്കെ എത്തിയിട്ടുണ്ട്. അവൻ വന്നിട്ട് ആദ്യമായിട്ട് വരികയല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, അതുകൊണ്ട് നീ വരുന്ന വഴിക്ക് നല്ല ചൂടുള്ള മന്തി വാങ്ങിങ്ങോട്ട് പോര്, അത് കൊടുക്കാം എന്നെല്ലാം പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ റസിയയും അലക്കലെല്ലാം കഴിഞ്ഞ് എത്തി. അതുപോലെ തന്നെ അപ്പോഴേക്കും നമ്മുടെ ആമിക്കുട്ടിയും ഉറക്കം എണീറ്റ് അവളിങ്ങനെ ചിണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആമിക്കുട്ടിയെ കാണാനായിട്ട് നമ്മുടെ ഹമീദും ഭാര്യയും മക്കളുമെല്ലാം റൂമിലെത്തിയിട്ടുണ്ട്. അവളെ കണ്ടതും നമ്മുടെ സൈഫുവും അതുപോലെ തന്നെ ഹമീദും പറഞ്ഞു, ഇത് റസിയ തന്നെയാണല്ലോ, സുന്ദരി മോള്, കാണാൻ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെയെല്ലാം കുറച്ച് സമയം കൊഞ്ചിച്ച് അപ്പോഴേക്കും നമ്മുടെ റസാക്കും ഭക്ഷണവുമൊക്കെ ആയി എത്തി. അങ്ങനെ നമ്മുടെ ജമീലത്ത അവരെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് പൂമുഖത്തേക്ക് വിളിച്ചു. അപ്പോൾ നമ്മുടെ സൈഫും ഹമീദും റസിയാനോടും മക്കളോടും പറഞ്ഞു, റസിയ, നീയും പോര്, കുട്ടികളെ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നെല്ലാം പറഞ്ഞ് അവരെയും കൊണ്ട് പൂമുഖത്തേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ജമീലത്ത പറഞ്ഞു, റസിയയും മക്കളും പിന്നെ കഴിച്ചോളും, നിങ്ങൾ ഇരിക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹമീദിനെയും ഭാര്യയെയും മക്കളെയും അതുപോലെ തന്നെ ഹാജറാനോടും മോനോടും പറഞ്ഞു, കുഞ്ഞിന് വിശന്നിട്ടുണ്ടാവും, നീയും ഇരിക്ക്, മക്കൾക്ക് കൊടുക്ക്, ഇനിയിപ്പോൾ ഞാനും ഇരുന്നില്ല എന്ന് വേണ്ട, നിങ്ങൾക്കൊരു കമ്പനി ആയിക്കോട്ടെ, ഉമ്മാൻ്റെ കുട്ടി എത്ര കാലമായി ഭക്ഷണം കഴിച്ചിട്ട്, നീ അവിടെയല്ലേ, ഉമ്മ ഇവിടെയുമല്ലേ, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. റസാക്കെ, നിനക്ക് വിശന്നിട്ടുണ്ടാവും, നീയും ഇരിക്ക്, നീ കുറേ സമയമായില്ലേ, ഇപ്പോൾ ചോറൊക്കെ കഴിക്കാനായില്ലേ, സമയം വഴുകി, നീയും ഇരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പിടിച്ചിരുത്തി. അപ്പോഴേക്കും നമ്മുടെ റസിയാക്കും കുഞ്ഞുങ്ങൾക്കും ഇരിക്കാനും പിന്നെ അവിടെ സ്ഥലമുണ്ടായിരുന്നില്ല. സ്ഥലമുണ്ട്, പക്ഷേ കസേര ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു, റസിയ, നീ ഞങ്ങൾക്കെല്ലാം ഒന്ന് വിളമ്പിത്ത, ഇനി ഞങ്ങളുടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം എന്നെല്ലാം പറഞ്ഞു. സാധാരണ അങ്ങനെയാണ് അവിടുത്തെ പതിവ്. ആരെങ്കിലും പുറത്തു നിന്ന് ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ ജമീലത്ത റസിയാനെയും മക്കളെയും അവിടെ കാണരുതെന്നാണ് ഓർഡർ. അവരെ മെല്ലെ റൂമിലേക്ക് പറഞ്ഞു വിടും. മക്കളെ എന്തെങ്കിലും കളിക്കാൻ കൊടുത്ത് അവരെ അവിടെ ഇരുത്തി റസിയാനെ വിളമ്പാനാക്കും. അതിൻ്റെ ശേഷം അവരെല്ലാം ഇരുന്ന് റസിയാനെ കൊണ്ട് വിളമ്പിച്ച് അവരിരുന്ന് ഇങ്ങനെ കഴിക്കും. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ സൈഫുവിനും ഹമീദിക്കാക്കും കാര്യം മനസ്സിലായി. അവർ മനസ്സിൽ വിചാരിച്ചു, ഇത് ഇപ്പോൾ ഒത്തിരിയുമൊന്നും അല്ലല്ലോ, മുൻപ് ഇവിടെ സൈഫുവിനോടും ഇതുപോലെ തന്നെയല്ലേ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യം മനസ്സിലായതുകൊണ്ട് നമ്മുടെ സൈഫു പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ഹമീദും പറഞ്ഞു, അതെങ്ങനെ ശരിയാവുന്നത്, എല്ലാവരും ഒരുമിച്ചിരിക്കണ്ടേ, നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നാലല്ലേ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ നമ്മൾ കഴിക്കുക അവരിങ്ങനെ നോക്കി നിൽക്കുക, അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റസി പറഞ്ഞു, വേണ്ട ഹമീദിക്ക, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം, ഞാനും മക്കളും, നിങ്ങളെല്ലാം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹമീദ് സൈഫുവിനോട് പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം, എന്നാലേ ഒരു സന്തോഷമുണ്ടാവും. സൈഫു, നീ പോയിട്ട് ആ സിറ്റ് ഔട്ടിൽ നിന്ന് 2 കസേരങ്ങൾ എടുത്തു പോര്,
രണ്ട് മൂന്ന് കസേര എടുത്തങ്ങ് പോര്. ഇവിടെ സ്ഥലമുണ്ടല്ലോ, നമ്മളെല്ലാം കുറച്ച് അടുപ്പിച്ച് നീങ്ങി അങ്ങോട്ട് ഇട്ടാൽ മതി. ഇവിടെ ഉണ്ടല്ലോ വലിയ മേശയല്ലേ, 3 കസേരക്ക് കൂടിയുള്ള സ്ഥലമുണ്ട്, നീ അത് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ സേഫ് പോയിട്ട് 3 കസേരയും എടുത്ത് അത് കൊണ്ടുവന്ന് അവിടെ വെച്ചു. അതിൻ്റെ ശേഷം അവൾ തന്നെ റസിയാനെയും മക്കളെയും അതിൽ പിടിച്ചിരുത്തി 3 പ്ലേറ്റും അവരുടെ മുൻപിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ സേഫ് തന്നെ വിളമ്പിക്കൊടുത്തു. അപ്പോൾ നമ്മുടെ ഹമീദ് പറഞ്ഞു, ഇപ്പോഴാണ് ഒരു റാഹത്തായത്, ഇനി എല്ലാവരും സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. റസിയാക്കും മക്കൾക്കും ഇങ്ങനെ കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ള ഇനി ഉമ്മാക്കും അതുപോലെ തന്നെ നമ്മുടെ ജമീലത്താക്കും അതുപോലെ തന്നെ മറ്റുള്ള റസാക്കിനും ഹാജറാക്കും ഒന്നും ഇഷ്ടപ്പെടില്ലേ എന്നുള്ളൊരു അവരിങ്ങനെ പേടിച്ച് അവരെല്ലാം മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഇങ്ങനെ തലയും താഴ്ത്തി പിടിച്ച് അവരുടെ മുഖം ഒക്കെ കണ്ടാലറിയാം, മുഖമെല്ലാം കനപ്പിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ എതിർത്ത് എങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹമീദും സൈഫും ഭക്ഷണം എന്തെങ്കിലും കഴിക്കാതെ ഇറങ്ങിപ്പോയാൽ അത് അവർക്കൊരു ക്ഷീണമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലുണ്ടെങ്കിലും എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ അവരെല്ലാവരും അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നമ്മുടെ സൈഫും ഹമീദും മക്കളും അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പിന്നെയും കടന്നുപോയി. നമ്മുടെ ആമിക്കുട്ടിക്ക് ഇപ്പോൾ ഏകദേശം 5 വയസ്സായിട്ടുണ്ട്. അവളെ മദ്രസയിൽ ചേർക്കുന്ന ദിവസമാണ് ഇന്ന്. നമ്മുടെ റസിയ അവളെ പുത്തനുടുപ്പെല്ലാം ഇടുവിച്ച് നല്ല മുഖമക്കനെയും നല്ല വൃത്തിയിൽ ഇടിച്ച് പുസ്തകവും സ്ലേറ്റും എല്ലാം കയ്യിൽ കൊടുത്ത് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് അവളെ മദ്രസയിൽ ആക്കാൻ പോവുകയാണ്. റസാക്കിനോട് പറഞ്ഞതാണ് കൊണ്ടുപോയി ആക്കാൻ. എന്നാൽ ഇത്രയും ദിവസമായിട്ട് നമ്മുടെ ആമിക്കുട്ടിയെ ശരിക്കൊന്ന് നോക്കുക പോലും ചെയ്യാത്ത റസാക്കുണ്ടോ അവളെ മദ്രസയിൽ കൊണ്ടുവിടാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ റസിയ തന്നെ അവളെ മദ്രസയിൽ കൊണ്ടുപോയി ആക്കാൻ പോവുകയാണ്. റസിയാക്കാണെങ്കിൽ ഇപ്പോൾ ഇത് 6-ാം മാസം ഗർഭമാണ്. നമ്മുടെ ആമിക്കുട്ടിയുടെ താഴെ അടുത്ത കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ് അവൾ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിയെ ചായയെല്ലാം കൊടുത്ത് അവൾ മദ്രസയിൽ കൊണ്ടുപോയി വിട്ടു. അവിടെ നിന്ന് പോരാൻ അവളെ സമ്മതിക്കാതെ ആമിക്കുട്ടി ഇങ്ങനെ ചിണുങ്ങിക്കരയുകയാണ്. അപ്പോൾ ഉസ്താദ് അവളോട് പറഞ്ഞു, അയ്യേ, നല്ല കുട്ടികൾ കരയാൻ പാടില്ല, നീ ഇപ്പോൾ വലിയ കുട്ടിയായില്ലേ, അതുകൊണ്ടാണ് മദ്രസയിലെല്ലാം ചേർത്തത്. ഉസ്താദ് നിനക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാട്ടോ. മോൾക്ക് നിസ്കരിക്കണ്ടേ, നോമ്പ് നോൽക്കണ്ടേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം മദ്രസയിൽ നിന്നാണ് പഠിക്കുന്നത്. എല്ലാം ഉസ്താദ് പഠിപ്പിച്ചു തരാം. ഉമ്മച്ചി പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ഞാൻ വിളിച്ചിട്ട് ആമിക്കുട്ടിനെ കൊണ്ടുപോകാൻ പറയാം. കുറച്ച് സമയം ആമിക്കുട്ടി ഇവിടെ ഇരിക്കും, നല്ല കുട്ടിയല്ലേ എന്നെല്ലാം പറഞ്ഞ് സ്നേഹപൂർവ്വം പറഞ്ഞപ്പോൾ ആമിക്കുട്ടിക്ക് വളരെ സന്തോഷമായി. കാരണം ഒരു ഉപ്പയുടെ സ്നേഹം അനുഭവിക്കാത്ത ആമിക്കുട്ടിക്ക് കാരണം മുതിർന്ന ഒരു ആണിൻ്റെ ഒരു സ്നേഹത്തോടുള്ളൊരു സംസാരം കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഒരു ഉപ്പയുടെ സ്നേഹം അവൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പിന്നെ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോഴുള്ള നമ്മുടെ ഹമീദും അതുപോലെ തന്നെ വല്ലപ്പോഴും അവളുടെ റസിയാൻ്റെ വീട്ടിൽ പോകുമ്പോഴുള്ള അവളുടെ വല്യപ്പാൻ്റെ സ്നേഹമാണ് ഒരു ആണുങ്ങളുടെ സ്നേഹം അവൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ സ്നേഹത്തോടുള്ള പറച്ചിലും തലോടലും എല്ലാം കേട്ടപ്പോൾ ആമിക്കുട്ടി പറഞ്ഞു, എന്നാ ഉമ്മച്ചി പോയിട്ട് വേഗം വരണം കേട്ടോ, മോളോ പഠിക്കാണ്, നല്ല പഠിക്കും എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ റസിയ ഒരിക്കൽ കൂടി അവരുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് അങ്ങനെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ അന്ന് ഏകദേശം ഒരു വൈകുന്നേരം ഒരു 3:30-4 മണി സമയം ആയ സമയത്ത് നമ്മുടെ ജമീലത്ത റസാക്കിനോട് പറഞ്ഞു, മോനെ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പോൾ റസാക്ക് ചോദിച്ചു, എന്താണമ്മ? അതെ, ഇതും പെൺകുട്ടിയാണെങ്കിൽ പിന്നെ നിൻ്റെ കാര്യം കഷ്ടമാണ്. ഈ പെൺകുട്ടികളെല്ലാം വളർത്തി കെട്ടിച്ചു വിടണമെങ്കിൽ കുറച്ച് പാടല്ലേ. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യും. ഇവിടെ അടുത്ത് തന്നെ എൻ്റെ കൂട്ടുകാരി ആസിയ പറഞ്ഞു ഒരു ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റൽ പറഞ്ഞാൽ ചെറിയൊരു ക്ലിനിക്കാണ്. അവിടുത്തെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഓലത് സ്കാൻ ചെയ്തിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറഞ്ഞു തരും. അതുകൊണ്ട്
ഇമ്മാൻ്റെ കുട്ടി ഒരു കാര്യം ചെയ്യുക, കുറച്ച് പൈസ കൊടുത്താലും വേണ്ടില്ല, നാളെ തന്നെ റസിയാനെയും കൊണ്ട് പോയി സ്കാൻ ചെയ്ത് നോക്കണം. എന്നിട്ട് അത് ആണാണോ പെണ്ണാണോ നോക്കിയിട്ട് കുറച്ച് പൈസ കൊടുത്താൽ ഓലത് പറഞ്ഞു തരും, രഹസ്യമാക്കി പറഞ്ഞു തരും. ആണാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷമായി, നമുക്ക് അനക്കൊരു ആൺകുട്ടിയായല്ലോ. പെൺകുട്ടിയാണെങ്കിൽ ഞാൻ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ പറഞ്ഞു തരാം. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു വൈദ്യന്. ആ വൈദ്യനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പച്ചമരുന്നുകളൊക്കെ കിട്ടും. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ വയറ്റിൽ വെച്ചിട്ട് തന്നെ ഓളെ ഗർഭം പിന്നെ പറയണ്ട, ആ കുഞ്ഞ് പിന്നെ ഇല്ലാതായിക്കോളും. അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി ഓളോട് ഈ വിവരമൊന്നും പറയണ്ട. കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ പോയതാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാതെ ആണാണെങ്കിൽ വളർത്താനാ പെണ്ണാണെങ്കിൽ കൊല്ലാനാന്നുള്ള വിവരമൊന്നും ഓളോട് പറയരുത്. ഓൾക്ക് നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഓളെ നല്ലതിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് ഓളെ കുടിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓളത് കുടിക്കൂല. അതുകൊണ്ട് നാളെ തന്നെ പൈസ ഒക്കെ ഉമ്മ തരാം, എനിക്കിപ്പോൾ ഒരു പണിയും കൂലിയൊന്നും ഇല്ലാത്തതല്ലേ, ഉമ്മാൻ്റെ അടുത്തുണ്ട് പൈസയൊക്കെ, ഞാൻ തരാം. നാളെ തന്നെ ഓളെയും കൊണ്ട് സ്കാൻ ചെയ്യാൻ പോകണം എന്നെല്ലാം റസാക്കിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുത്തു. അങ്ങനെ പിറ്റേ ദിവസം റസാക്കും നമ്മുടെ ജമീലത്തെയും റസിയാൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, റസിയ മോളെ, ഇന്ന് ഉമ്മാൻ്റെ കുട്ടി ഒരു കാര്യം ചെയ്യണം, റസാക്കിൻ്റെ കൂടെ പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം. കുഞ്ഞിന് എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന് അറിയണ്ടേ, നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞല്ലേ വേണ്ട. അഥവാ വളർച്ചക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കണം, എൻ്റെ ശരീരം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് വരി എന്ന് പറഞ്ഞു. പതിവില്ലാതെ റസാക്കിൻ്റെയും ജമീലത്താൻ്റെയും സ്നേഹപ്രകടനം കണ്ടപ്പോൾ ആദ്യമൊന്ന് റസിയ സംശയിച്ചു. പടച്ചോനെ, ഇതിപ്പോൾ തൻ്റെ അമ്മായിമ്മയും ഭർത്താവും തന്നെയാണോ? ആദ്യമായിട്ടാണ് അവരുടെ അടുത്തുനിന്ന് ഇങ്ങനൊരു സമീപനം. എന്തായാലും അൽഹംദുലില്ലാ, അവർക്ക് മാറ്റണ്ടേ, സന്തോഷമായി. കാരണം ഈ ഒരു സമയത്ത് പറഞ്ഞാൽ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണ് സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹവും അതുപോലെ ഒരു സ്നേഹമുള്ള സമീപനവും. അവൾ എന്തായാലും അവരെ കണ്ണുമടച്ച് വിശ്വസിച്ചു. അവൾക്ക് സന്തോഷമായി. അവൾ മനസ്സിൽ പടച്ചവനെ സ്തുതിച്ചു. അവൾ അവരോട് പറഞ്ഞു, അതിനെന്താ, നമുക്ക് പോയോക്കാം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉമ്മാൻ്റെയും ഇക്കാൻ്റെയും സ്നേഹം എന്നോട്. അതെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ ജമീലത്തെയും റസാക്കും പരസ്പരം ഒന്നിങ്ങനെ നോക്കി, സംഗതി ഏൽക്കുന്നുണ്ട് എന്ന് കണ്ട്. അങ്ങനെ റസാക്കിനോടൊപ്പം നമ്മുടെ റസിയയും സ്കാൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ റസിയയും റസാക്കും സ്കാനിങ് റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ റസാക്ക് റസിയാനോട് പറഞ്ഞു, റസിയ, നീ ഇവിടെ ഇരിക്കട്ടോ, ഞാൻ ഇപ്പോൾ വരാം, വല്ലാത്ത തലവേദന, ഒരു കട്ടൻ കുടിച്ച് വരാം, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് റസാക്ക് പതിയെ ഡോക്ടറുടെ അടുത്ത് എത്തി. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റസാക്ക് ഡോക്ടറുടെ അടുത്ത് പതിയെ എത്തി. ഡോക്ടർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അവൻ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് സംസാരിച്ചു. അതിൻ്റെ ശേഷം കുറച്ച് പൈസയുടെ ഒരു കെട്ട് ഡോക്ടറുടെ കയ്യിൽ വെച്ച് കൊടുത്ത് പറഞ്ഞു, ഡോക്ടർ, നിങ്ങൾ ഇത് വാങ്ങി എന്ത് കുഞ്ഞാണെന്ന് എനിക്ക് പറഞ്ഞു തരണം, ദയവ് ചെയ്ത് എന്നോടത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. ഡോക്ടർ ഒരിക്കൽ കൂടി ആ റിപ്പോർട്ട് വായിച്ച് ഉറപ്പുവരുത്തി അവനോട് പറഞ്ഞു, കൺഗ്രാജുലേഷൻ മിസ്റ്റർ റസാക്ക്, നിങ്ങൾക്ക് ഒരാൺകുഞ്ഞാണ്, നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിൽ ഒരാൺകുഞ്ഞാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റസാക്കിന് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അൽഹംദുലില്ലാ, ആൺകുഞ്ഞ്, ഞാനിത് എന്താണ് കേൾക്കുന്നത്, അൽഹംദുലില്ലാ എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് അവൻ അപ്പോൾ തന്നെ വിവരം വിളിച്ച് അവൻ്റെ ഉമ്മയോട് പറഞ്ഞു. ജമീലത്താക്കും തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാഷാ അല്ലാ, തൻ്റെ മോൻക്ക് അങ്ങനെ ഒരു അനന്തരാവകാശി ഉണ്ടായിരിക്കുന്നു, ഒരു ആൺകുഞ്ഞ്. അവർ സന്തോഷത്തോടു കൂടി അവനോട് പറഞ്ഞു, മോനെ, എന്നാൽ നിങ്ങൾ റസിയാനോടും നീ ഇനി വിവരം പറഞ്ഞളാ, എന്തായാലും സന്തോഷമുള്ള വാർത്തയല്ലേ, എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് അവൾക്ക് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്ക്, നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മോനെ, അവളെ സൂക്ഷിച്ചു കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞ് ഉമ്മയും മകനും സന്തോഷത്തോടു കൂടി റസിയാനോട് വിവരം പറഞ്ഞു. റസിയാക്കും സന്തോഷമായി. അങ്ങനെ അവർ ആ ഒരു ദിവസം പായസമെല്ലാം വെച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ആ ദിവസം ആഘോഷിച്ചത്. അത്രയും വലിയൊരു കെയറിങ്ങും സ്വീകരണവും ആദ്യമായിട്ടായിരുന്നു റസിയാക്ക് ആ വീട്ടിൽ കിട്ടുന്നത്.
അത് കണ്ട് കുഞ്ഞുങ്ങളും ആകെ അത്ഭുത സ്തബ്ധരായി നിൽക്കുകയാണ്. എന്തു പറ്റി തങ്ങളുടെ ഉമ്മമാക്കും ഉപ്പാക്കും എന്നെല്ലാം ആലോചിച്ച്.